തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂരത്തിൻ്റെ മഹാമേളം കഴിഞ്ഞ് വടക്കുന്നാഥൻ്റെ മുമ്പിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നത് പോലെ 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന് 14 ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന കലാപ്രതിഭകൾ ഈ തേക്കിങ്കാട് മൈതാനിയിൽ 64ാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സ്നേഹ സമ്മാനങ്ങളേറ്റ് ഇവിടെ ഏതാനും സമയങ്ങൾക്കകം ഉപചാരം ചൊല്ലി പിരിയും. സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ആത്മാഭിമാനത്തോടെയും ആത്മഹർഷത്തോടെയും നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ 3.5 മാസക്കാലമായി തൃശ്ശൂരിലെ ജനങ്ങൾ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ നടത്തിയ മഹത്തരമായിട്ടുള്ള ഇടപെടലുകളുടെ പരിസമാപ്തി കുറിക്കുമ്പോൾ അഭിമാനത്തോടെ ഈ തൃശ്ശൂരിന് ലോകത്തിനോട് പറയാൻ കഴിയും, 5 ദിവസങ്ങൾ നീണ്ട ഈ കലോത്സവത്തിൽ ഒരു ചെറിയ പരാതി പോലുമില്ലാതെ തൃശ്ശൂരിലെ ജനങ്ങൾ കേരളത്തിലെ ഈ കുരുന്നുകളെ, കലോത്സവ പ്രതിഭകളെ നെഞ്ചേറ്റു വാങ്ങി. തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഈ കലോത്സവം അങ്ങ് അടിച്ചു പൊളിച്ചു എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു സായാഹ്നം. 64ാമത് സ്കൂൾ യുവജനോത്സവം ഇവിടെ നടക്കുമ്പോൾ നമുക്കറിയാം, 957 ആരംഭിച്ച കലോത്സവങ്ങളുടെ ചരിത്രത്തിൽ ഇത് 7ാം തവണയാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനം വേദിയാകുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല. 7 കലോത്സവങ്ങളിലും നിരവധി പ്രത്യേകതകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് ചരിത്രത്തിൽ ആദ്യമായി കലാപ്രതിഭയും കലാതിലകവും പ്രഖ്യാപിക്കപ്പെട്ടത്. ഇവിടെ വെച്ചാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ നേതൃത്വത്തിൽ അഴിക്കോട് മാഷും പവനൻ സാറും മുല്ലനേഴിയും വത്സല ടീച്ചറും കുഞ്ഞുണ്ണി മാഷും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു സ്മരണിക പുറത്തിറക്കിയത്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഈ തൃശ്ശൂരിലെ കലോത്സവ ചരിത്രത്തിൽ 64ാമത് കലോത്സവം കേരളത്തിൻ്റെ തന്നെ കലോത്സവ ചരിത്രങ്ങളിലെ ഒരു പുതിയ അധ്യായം എഴുതുകയാണ്. പഠന സ്കൂളിൽ പഠിക്കുന്ന, നേരത്തെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, പഠന സ്കൂളിൽ പഠിക്കുന്ന സിയ ഫാത്തിമ എന്ന ഒരു കൊച്ചു പെൺകുട്ടി നവംബർ മാസം അവസാനം നടന്ന കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ യുവജനോത്സവത്തിൽ അറബിക് പോസ്റ്റർ രചനയിൽ 1ാം സ്ഥാനം കിട്ടി. തൃശ്ശൂരിൽ നടക്കുന്ന കലോത്സവത്തിൽ വണ്ടി കയറി നമ്മളോടൊപ്പം പങ്കാളിയാകാൻ കാത്തിരുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് കഠിനമായ വാസ്കുലൈറ്റിസ് രോഗം പിടിപെട്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്തെഴുതി. ആ കത്ത് വായിച്ചാൽ കണ്ണീരറിയാത്ത മനുഷ്യനുണ്ടാകില്ല. ആ കത്തിൽ ആ കുഞ്ഞ് അവസാനം എഴുതി, എനിക്കിവിടെ നിന്ന് ക്വാറന്റൈനിൽ നിന്ന് അവിടെ വന്ന് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാതിരിക്കുകയാണ്. ഇനിയൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാകും എന്ന് കരുതാനേയാകില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണം. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നമുക്കെല്ലാം അറിയുന്നത് പോലെ കുഞ്ഞുങ്ങളോട് സ്നേഹപൂർവ്വം ചേർന്നു നിന്ന് മാനവികതയുടെ അധ്യായം നമ്മളെ പഠിപ്പിച്ചൊരു മന്ത്രിയാണ്. ഒരു മിനിറ്റ് പോലും കൈകലുണ്ടാകില്ല. റിപ്പോർട്ട് ആവശ്യപ്പെട്ട് 63 സ്കൂൾ കലോത്സവങ്ങളിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം കാസർഗോഡ് ക്വാറന്റൈനായിരിക്കുന്ന കുട്ടിക്ക് അവിടെ ഒരു സ്റ്റേജ് ഉണ്ടാക്കി, കാസർഗോഡ് DDA അതിൻ്റെ മാനേജരായി ചുമതലപ്പെടുത്തി, അറബിക് കലോത്സവത്തിൻ്റെ പോസ്റ്റർ രചനയിൽ CMSൻ്റെ 2ാം നിലയിലിരുന്ന് കുട്ടികൾ ജഡ്ജിമാരുടെ മുമ്പിലിരുന്ന് വരയ്ക്കുമ്പോൾ ഓൺലൈനായി ആ ജഡ്ജിമാർ കാണുന്ന വിധത്തിൽ ലൈവായി വരയ്ക്കാൻ സിയ ഫാത്തിമ എന്ന കുട്ടിക്ക് അനുവാദം കൊടുത്ത് ആദ്യമായി ഓൺലൈനിലൂടെ നടക്കപ്പെട്ട ഒരു കലോത്സവമാണ് ഈ കലോത്സവം. അങ്ങനെയാണത്. മാനവികതയുടെ മുമ്പിൽ, മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ തുറക്കാത്ത വാതിലുകളില്ല, മാറ്റാത്ത നിയമങ്ങളും ചട്ടങ്ങളുമില്ല. ആ നിയമങ്ങളും ചട്ടങ്ങളും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി 64ാമത് സ്കൂൾ യുവജനോത്സവം കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പുത്തൻ അധ്യായം രചിച്ചു. ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ പോസ്റ്റർ കണ്ടു. ആ പോസ്റ്റർ മത്സരത്തിൽ ബുക്ക് ഫെയറാണ് കുട്ടികൾക്ക് കൊടുത്ത മുദ്രാവാക്യം, അഥവാ കുട്ടികൾക്ക് കൊടുത്ത വിഷയം ബുക്ക് ഫെയറാണ്. ആ കുഞ്ഞ് അറബിയിൽ അതിനൊരു തലക്കെട്ട് എഴുതി. ആ തലക്കെട്ട് മലയാളത്തിൽ ഇങ്ങനെയാണ്: അറിവന്വേഷിക്കുക ജനനം മുതൽ മരണം വരെ. അറിവന്വേഷിക്കുക ജനനം മുതൽ മരണം വരെ എന്ന് പോസ്റ്ററിൽ എഴുതി വെച്ച് ലൈവായി കേരള ചരിത്രത്തിൽ ആദ്യമായി അറബിക് പോസ്റ്റർ രചനയിൽ പങ്കെടുത്ത സിയ ഫാത്തിമയ്ക്ക് A ഗ്രേഡ് തന്നെ കിട്ടി എന്നുള്ള അഭിമാനവും നമുക്ക് ഈ കലോത്സവത്തിലുണ്ട്. ആ കുഞ്ഞ് ദീർഘകാലം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഈ കലോത്സവത്തിൽ പങ്കെടുത്തവർ മാത്രമല്ല, ഇത് കാണുന്ന 3.5 കോടി മലയാളിയും ഹൃദയത്തിൽ കൈവച്ചു പ്രാർത്ഥിക്കും, ചിന്തിക്കും എന്നു തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, കാസർഗോഡ് ആദിവാസി ഊരിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ തുടർച്ചയായി 4 തവണ A+ കിട്ടിയ സച്ചു എന്ന കുട്ടി തൻ്റെ വീടില്ലാത്ത
അമ്മ ബിന്ദു പണിയെടുത്ത പണം കൊണ്ട് ഈ കലോത്സവത്തിൽ എത്തിച്ചേർന്ന സച്ചു എന്ന കുട്ടിക്ക് ഭൂമിയും വീടും കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ട ഒരു കലോത്സവം കൂടിയാണ് 64ാമത് സ്കൂൾ കലോത്സവം എന്നും അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ. ഈ കലോത്സവത്തിൻ്റെ മുദ്രാവാക്യം ഉത്തരവാദ കലോത്സവമായിരുന്നു. ഉത്തരവാദ കലോത്സവം എന്നത് ചൂരലെടുത്ത് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു മുദ്രാവാക്യം മാത്രമല്ല, സംഘാടകർ മുതൽ കാണികൾ വരെ ഒരു കലോത്സവത്തിൽ എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു ജീവിത വ്രതമാണെന്ന് 5 ദിവസം നീണ്ടുനിന്ന ഈ കലോത്സവം നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കലോത്സവത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ എല്ലാവരും ഉണ്ടായിരുന്നു. 19 കമ്മിറ്റികൾ, 19 സംഘടനകൾ, ചെറുതും വലുതുമായ അംഗബലം കൊണ്ട് വേർതിരിവുകളുള്ള സംഘടനകൾ. പക്ഷേ ഒരു മനുഷ്യനെ പോലെ ആ 19 സബ് കമ്മിറ്റികൾ നമ്മുടെ മുഖ്യ കമ്മിറ്റിക്കു കീഴിലണിനിരന്നപ്പോൾ അത്ഭുതകരമായൊരു ചരിത്രം ഈ കേരളത്തിൽ രചിക്കാൻ നമുക്കായി എന്നുള്ളതും അഭിമാനകരമായ വസ്തുതയാണ്. ഇവിടെ ഈ നാട്ടിൽ ഏറ്റവും താഴെ ശുചീകരണം നടത്തിയ തൊഴിലാളി മുതൽ ഇതിൽ പങ്കെടുത്ത മന്ത്രിമാർ വരെ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യവും ഇടപെടലും കൊണ്ട് സമ്പന്നമായ ഈ സമ്മേളനത്തിൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും മറ്റെല്ലാ അംഗങ്ങളും ഈ ചടങ്ങിൽ ഇനി സംസാരിക്കും. ലാലേട്ടൻ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് തൃശ്ശൂർക്കാരുടെ മുമ്പിൽ ശബ്ദം കേട്ടാൽ ആളുകൾ വിചാരിക്കും കൂക്കായിരിക്കുമെന്ന്. ഇത് കൂക്കല്ല, തൃശ്ശൂരിൻ്റെ ഒരു ആരവമാണ്. അത് ഞങ്ങൾ പൂരത്തിന് ചെന്നാലും പൂരപ്പറമ്പിലെത്തിയാലും ഈ ആരവം ഇങ്ങനെ മുഴക്കിക്കൊണ്ടേയിരിക്കും. അറിയാത്തവർ വിചാരിക്കും ഇത് അസ്വസ്ഥതയാണ്. ഇത് അസ്വസ്ഥതയല്ല, ആവേശത്തിൻ്റെ അഭിമാനത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്.